ഒരു ലാംഗ്വേജ് എത്രയും വേഗം സംസാരിക്കാൻ പഠിക്കുവാനുള്ള ഒരു മാർഗം ആ ലാംഗ്വേജ് മാതൃഭാഷയായിട്ടുള്ളവരുടെ സംഭാഷണം കേട്ട് പഠിക്കുക എന്നതാണ്. ഇതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഇടയിലുള്ള ബംഗാളികൾ മലയാളം സംസാരിക്കുന്നത്. അവർ ബുക്ക് വഴിയോ സ്കൂളിൽ പോയി പഠിക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ ഇത്ര ഫ്ലുവൻ്റ് ആയിട്ട് അവർക്ക് മലയാളം പറയുവാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇടയിൽ അവർ നമ്മുടെ സംസാരം കേട്ട് അതിൽ നിന്ന് വാക്കുകളൊക്കെ പഠിച്ചെടുത്തത് കൊണ്ടാണ്. സ്പോക്കൺ ഇംഗ്ലീഷും ഇതേപോലെ പഠിക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. ഞാൻ ഈ വീഡിയോയിൽ ആദ്യം നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്, അത് ചിലപ്പോൾ വേർഡ്സ് ആവാം, എക്സ്പ്രഷൻ ആവാം, ഗ്രാമർ ആവാം, എന്തുമായിക്കോട്ടെ, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അതിനുശേഷം അതേ ടോപ്പിക്ക് ഇംഗ്ലീഷുകാർ അവരുടെ സംഭാഷണത്തിൽ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് ഓഡിയോയിലൂടെ കേൾപ്പിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ഇത് റിയൽ ലൈഫ് റെക്കോർഡിംഗ് ആണ്. അപ്പോൾ പല സ്പീച്ചുകളിൽ നിന്നും പല സ്ഥലത്തു നിന്നും ഞാൻ അതിൻ്റെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ മാത്രം എടുത്ത് നിങ്ങൾക്ക് സാമ്പിളായിട്ട് കേൾപ്പിക്കുന്നതാണ്. അതുവഴി നമുക്ക് അവരുടെ പ്രൊനൗൺസിയേഷൻ, അവരുപയോഗിക്കുന്ന എക്സ്പ്രഷൻസ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു താളം, ചിലർ ഭയങ്കര സ്പീഡിൽ പറയും, ചിലർ സ്ലോയിൽ പറയും. അപ്പോൾ ഇതെല്ലാം നമ്മൾ കുറേ പ്രാവശ്യം കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന്, അല്ലെങ്കിൽ എത്ര സ്പീഡിൽ പറഞ്ഞാൽ പോലും നമുക്ക് അവരുപയോഗിക്കുന്ന വാക്കുകൾ നമ്മുടെ കാതിൽ വീഴും, അല്ലേ? ഇതുകൊണ്ട് നമുക്ക് രണ്ട് ഗുണങ്ങളാണ്. ഒന്ന്, പുതിയ വാക്കുകൾ അറിയാൻ പറ്റും, അതിൻ്റെ ഉപയോഗിക്കുന്ന രീതി അറിയാം. പ്ലസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു പ്രോഗ്രാം കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്പീച്ച് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് സിനിമ കാണുമ്പോഴോ അതിലത്തെ ഡയലോഗ്സ് മനസ്സിലാക്കാനൊക്കെ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ടീച്ചിങ് മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ലെസൺ വൈ എന്ന വാക്കിന് പകരമായി ഉപയോഗിക്കാവുന്ന ഒരു വാക്കിനെ കുറിച്ചാണ്. ഹൗ കം എന്നതാണ് ഈ വാക്ക്. വൈ എന്ന വാക്കിന്റെ അതേ മീനിങ് തന്നെയാണ് ഹൗ കം എന്ന വാക്കിനും ഉള്ളത്. ടു ആസ്ക് വൈ സംതിങ് ഹാസ് ഹാപ്പൻഡ്, അതായത് ഒരു സംഗതി എന്തുകൊണ്ട് സംഭവിച്ചു. ഹൗ കം രണ്ട് സെപ്പറേറ്റ് വാക്കുകളാണെങ്കിലും അത് ഒറ്റ വാക്കായിട്ടാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത്. പക്ഷേ ഇത് തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്തെന്നാൽ, ഈ ഫോർമൽ ആയിട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ എഴുതുന്ന സമയത്ത് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഒരിക്കലും ഹൗ കം എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. അവിടെ നിങ്ങൾ വൈ തന്നെ ഉപയോഗിക്കണം. ഓക്കെ, ഹൗ കം എന്നത് വളരെ കാഷ്വൽ ആയിട്ട് സംസാരിക്കുമ്പോഴും ഇൻഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷനിലും സ്പോക്കൺ ഇംഗ്ലീഷിൽ മാത്രമാണ് ഇത് ഉപയോഗിക്കേണ്ടത്. റിട്ടൺ ഇംഗ്ലീഷിൽ നമ്മൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല. ആദ്യം നമുക്ക് ഒരേ ചോദ്യം വൈ വെച്ചിട്ടും ഹൗ കം വെച്ചിട്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എക്സാമ്പിൾസ് കം. അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ ഇംഗ്ലീഷുകാരുടെ സംഭാഷണത്തിന്റെ ഓഡിയോ വഴി ഇതിന്റെ യൂസേജ് കൂടുതലായി മനസ്സിലാക്കാം. ആദ്യത്തേത്, വൈ ആർ യു ഹിയർ? നീ എന്താ ഇവിടെ? ഇവിടെ നമ്മൾ വൈ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ പലരും തെറ്റിയിട്ട് ഈ വൈ ആർ യു ഹിയർ എന്നതിനെ വൈ യു ആർ ഹിയർ എന്ന് പറയും. ഇത് ഗ്രമാറ്റിക്കലി തെറ്റാണ്. ഓക്കെ, സംഭാഷണത്തിൽ വേണമെങ്കിൽ നമുക്ക് പറയാം, പക്ഷേ ഒരു കറക്റ്റ് ഇംഗ്ലീഷ് എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ വൈ ആർ യു ഹിയർ അതാണ് കറക്റ്റ്, അല്ലാണ്ട് വൈ യു ആർ ഹിയർ എന്നുള്ളത് കറക്റ്റ് അല്ല. റിട്ടൺ ഇംഗ്ലീഷിൽ ഒരിക്കലും കറക്റ്റ് അല്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഹൗ കം യു ആർ ഹിയർ. അപ്പോൾ ഇവിടെ വൈ എന്ന വാക്കിനെ നമ്മൾ ഹൗ കം കൊണ്ട് റീപ്ലേസ് ചെയ്തു. ഓക്കെ, സോ വൈ ആർ യു ഹിയർ, അതിന് പകരം ഹൗ കം യു ആർ ഹിയർ. ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ലൈനിൽ വൈ ആർ യു ഹിയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ രണ്ടാമത്തേൽ ഹൗ കം യു ആർ ഹിയർ എന്നാണ് പറയുന്നത്. അപ്പോൾ ആർ യു ഹിയർ അതിനെ നേരെ റിവേഴ്സ് ചെയ്തിരിക്കുകയാണ് ഹൗ കമ്മിൽ. ഹൗ കം യു ആർ ഹിയർ. ഓക്കെ, അതേപോലെ അടുത്തത് വൈ ആർ യു ക്രൈങ്? വൈ ആർ യു, അപ്പോൾ അതിൻ്റെ തെറ്റായിട്ടുള്ള ഒരു ഫോം വൈ യു ആർ ക്രൈങ്. അങ്ങനെ നമ്മൾ ഒരിക്കലും റിട്ടൺ ഇംഗ്ലീഷിൽ പറയില്ല. ഓക്കെ, സോ ജസ്റ്റ് നിങ്ങളെ അറിയിച്ചതാണ്. അപ്പോൾ വൈ ആർ യു ക്രൈങ് അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ആണ് ഹൗ കം യു ആർ ക്രൈങ്. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആർ യു ക്രൈങ്, വൈൻ്റെ ലൈനിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആർ യു ക്രൈങ്. ഹൗ കമ്മിൽ നമ്മൾ അതിനെ റിവേഴ്സ് ചെയ്തു, ഹൗ കം യു ആർ ക്രൈങ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഹൗ കമ്മിൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസിനെയാണ് നമ്മൾ ഹൗ കമ്മിൽ ചേർക്കേണ്ടത്. ഈ രണ്ട് ചോദ്യങ്ങളും ശ്രദ്ധിക്കുകയാണെങ്കിൽ വൈ യു ആർ ഹിയർ അത് തെറ്റാണ്,
വൈ യു ആർ ക്രൈയിങ് അതും തെറ്റാണ്. തെറ്റെന്ന് പറഞ്ഞാൽ ഗ്രമാറ്റിക്കലി തെറ്റാണ്. നിങ്ങളത് പറയുന്നത് കൊണ്ട് വിരോധമില്ല, മറ്റേ ആൾക്ക് ചിലപ്പോൾ മനസ്സിലായി കാണും. പക്ഷേ റിട്ടൺ ഇംഗ്ലീഷിൽ ഇത് ഗ്രമാറ്റിക്കലി റോങ് ആണ്. ഇവിടെ നമ്മൾ ഹൗ കം യു ആർ ഹിയർ അല്ലെങ്കിൽ ഹൗ കം യു ആർ ക്രൈ എന്ന് പറയുകയാണെങ്കിൽ അത് കറക്റ്റ് ഇംഗ്ലീഷ് ആണ്. അതുപോലെ വൈ ആർ യുവർ ഷൂസ് വെറ്റ്, എന്തുകൊണ്ടാണ് നിന്റെ ഷൂ നനഞ്ഞിരിക്കുന്നത്? അതിന് പകരം നമ്മൾ വൈന് പകരം വി കൻ സേ ഹൗ കം യുവർ ഷൂസ് ആർ വെറ്റ്. ഒരേ അർത്ഥമാണ്. വൈ ഡിഡ്ന്റ് യു ഗോ ടു ദ പാർട്ടി ലാസ്റ്റ് നൈറ്റ്, എന്തുകൊണ്ടാണ് നീ ഇന്നലത്തെ പാർട്ടിക്ക് പോവാതിരുന്നത്? ഹൗ കം യു ഡിഡ്ന്റ് ഗോ ടു ദ പാർട്ടി ലാസ്റ്റ് നൈറ്റ്. അപ്പോൾ ഇവിടെ ഈ രണ്ട് സെൻറ്റൻസിൻ്റെയും സ്ട്രക്ചറിൻ്റെ വ്യത്യാസം ശ്രദ്ധിക്കണം. വൈ ഡിഡ്ന്റ് യു ഗോ അല്ലെങ്കിൽ ഹൗ കം യു ഡിഡ്ന്റ് ഗോ, അതാണ് ശരി. ഹൗ കമ്മിൻ്റെ അടുത്ത യൂസ് ടു എക്സ്പ്രസ് സർപ്രൈസ്. സർപ്രൈസ് അല്ല, സർപ്രൈസ്. അതായത് നമുക്ക് ആശ്ചര്യമായി അല്ലെങ്കിൽ അത്ഭുതമായി എന്നതിനെ സൂചിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് ഹൗ കം യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ അത് ഇങ്ങനെ ഈ സർപ്രൈസിനെ കാണിക്കുവാൻ വേണ്ടി നമ്മൾ പറയുമ്പോൾ അതൊരു ചോദ്യമായിട്ടല്ല വരേണ്ടത്. അത് പറയുന്ന രീതി, അതിൻ്റെ ടോൺ, അതിനൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. ഐ ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം. അപ്പോൾ എല്ലാവരും പൊതുവേ ഐസ്ക്രീം ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ കൂട്ടുകാരൻ പറയാണ് ഐ ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം എന്ന് പറയുമ്പോൾ റിയലി ഹൗ കം അങ്ങനെയാണ് ചോദിക്കേണ്ടത്. ഇവിടെ ഒരു ബ്ലാൻഡായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, പ്ലെയിൻ ആയിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ ആ ഒരു സർപ്രൈസ് എലിമെൻറ്റ് വരില്ല. അപ്പോൾ ഐ ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം, റിയലി ഹൗ കം? ഐ ക്വിറ്റ് സ്മോക്കിംഗ് ലാസ്റ്റ് ഇയർ. ഓ, ഹൗ കം? അതായത് ഇയാൾ സ്മോക്കർ ആയിരുന്നു, പക്ഷേ സ്മോക്കിംഗ് വിട്ടതായി നമുക്ക് അറിഞ്ഞില്ല. അപ്പോൾ അത് പറയുമ്പോൾ നമുക്ക് സർപ്രൈസ്ഡ് ആയി. അപ്പോൾ ഓ, അതായത് ഓ എന്ന് പറഞ്ഞാൽ ഞാൻ സർപ്രൈസ്ഡ് ആണ്. സോ ഹൗ കം, ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു എക്സ്പ്രഷനാണ് ഹൗ കം. ഐ റെഡ്യൂസ്ഡ് 8 kilos in 3 months. വാവ്, ഹൗ കം? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില ഇങ്ങനത്തെ സർപ്രൈസ് കാണിക്കുന്ന എക്സ്പ്രഷനിൽ നമ്മൾ ഹൗ കം എന്ന് പകരം വൈന് പകരമാണ് ഹൗ കം എന്ന് നമ്മൾ വിചാരിക്കരുത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഐ റെഡ്യൂസ്ഡ് 8 kgs in 3 months. വാവ്, ഹൗ കം എന്ന് പറഞ്ഞാൽ നമ്മൾ അയാളിനെ അപ്രീഷിയേറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു വാക്കാണ് വാവ്, ഹൗ കം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ വൈന് പകരം ഹൗ കം ഉപയോഗിക്കുന്നത് തന്നെയാണ് ശരി. ഇനി നമുക്ക് ഹൗ കം എങ്ങനെയാണ് ഇംഗ്ലീഷുകാർ അവരുടെ കോൺവെർസേഷനിൽ ഉപയോഗിക്കുന്നത് എന്നറിയാൻ വേണ്ടി കുറച്ച് ഓഡിയോ കേട്ട് നോക്കാം. ആദ്യത്തേത്, But this is a huge issue, and how come we haven't heard about it before? But this is a huge issue, and how come we haven't heard about it before? അതായത് this is a huge issue and how come we haven't heard about it before. This is a big issue എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ പ്രശ്നമാണ്. And how come we haven't heard about it before എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് ഇത് എന്തുകൊണ്ട് കേട്ടിട്ടില്ല. ഇവിടെ ഹ്യൂജ് എന്ന് പറഞ്ഞാൽ വളരെ വലുത്, ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം. ഒന്നുകൂടെ കേട്ടു നോക്കൂ. But this is a huge issue, and how come we haven't heard about it before? But this is a huge issue, and how come we haven't heard about it before? And if that is the case, how come that it's very hard to kill a city? And if that is the case, how come that it's very hard to kill a city? ഇവിടെ പറയുന്നത് if that is the case, how come it's very hard to kill a city? അതായത് if that is the case എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ അതുപോലെ ആണെങ്കിൽ how come, why? അതായത് how come it's very hard to kill a city? How come it's very hard to kill a city? അപ്പോൾ how comeന് പകരം നിങ്ങൾ why ആലോചിക്കുകയാണെങ്കിൽ why is it hard to kill a city? ഒരു സിറ്റീനെ കൊല്ലുവാൻ എന്തുകൊണ്ടാണ് ഇത്ര കഷ്ടം? വൈ ഇറ്റ്സ് വെരി ഹാർഡ്. വെരി ഹാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സോഫ്റ്റിൻ്റെ ഓപ്പോസിറ്റ് ഹാർഡ്. പക്ഷേ ആ ഹാർഡ് അല്ല അവിടെ പറയുന്നത്. വെരി ഹാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു നഗരത്തെ കൊല്ലുവാൻ ഇത്ര ഡിഫിക്കൽട്ടി? ഇതിപ്പോൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് അവർ പറയുന്നതെന്ന് അറിയില്ല നമ്മൾക്ക്. പക്ഷേ ഹൗ കം പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെൻറ്റൻസ് എടുത്തിരിക്കുന്നത്. സോ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, അവർ ഈ ഹൗ കം എന്ന് പറയുമ്പോഴും അതുമാത്രമല്ല അവർ ഈ സെൻറ്റൻസ് ഒക്കെ പറയുമ്പോൾ
അതിലുള്ള ആ ഒരു ഫ്ലോ നമ്മൾ മനസ്സിലാക്കണം. എവിടെയാണ് ഏറ്റക്കുറച്ചിലുകൾ വരുന്നതെന്ന്, ഏതിനാണ് അവർ സ്ട്രെസ് കൊടുക്കുന്നത്, എവിടെയാണ് കുറച്ച് പവർഫുള്ളായിട്ട് പറയുന്നത്, ആ രീതിയിലാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ച് അല്ലെങ്കിൽ ഇംഗ്ലീഷ് കേട്ട് പഠിക്കേണ്ടത്. ഓക്കെ. And if that is the case, how come that it's very hard to kill a city? And if that is the case, how come that it's very hard to kill a city? How does Beaver's book fit into this, and how come he gets 2 stars deducted? How does Beaver's book fit into this, and how come he gets 2 stars deducted? ഇവിടെ ചോദിക്കുന്നത് ഹൗ ഡസ് ബീവേഴ്സ് ബുക്ക് ഫിറ്റ് ഇൻ ടു ദിസ്. ബീവർ എന്ന് പറയുന്ന ഒരാളുടെ പുസ്തകത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സോ ഹൗ ഡസ് ബീവേഴ്സ് ബുക്ക് ഫിറ്റ് ഇൻ ടു ദിസ്. ഫിറ്റ് ഇൻ ടു ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇഡിയമാണ്, അതായത് ഒരു ശൈലിയാണ്. ഫിറ്റ് ഇൻ ടു സംതിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുയോജ്യമായ, ഇതിന് അനുയോജ്യമായ. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ഹൗ ഡസ് ബീവേഴ്സ് ബുക്ക് ഫിറ്റ് ഇൻ ടു ദിസ്. ബീവറുടെ പുസ്തകം ഇതിനെങ്ങനെ അനുയോജ്യമാകും. ഹൗ കം ഹി ഗെറ്റ്സ് 2 stars ഡിഡക്റ്റഡ്. അതായത് ഹൗ കം, അതായത് വൈ, എന്തുകൊണ്ടാണ് 2 സ്റ്റാർ അയാൾക്ക് ഡിഡക്റ്റ് ആവുന്നത്. ഡിഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് ചെയ്യപ്പെടുന്നത്, കുറയ്ക്കുന്നത്. ഡിഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സംഗതിയിൽ ഒരു 5-ൽ നിന്ന് 3 എടുക്കുക എന്ന് പറയുമ്പോൾ ഡിഡക്റ്റ് 3 from 5 എന്നാണ് പറയുക. അപ്പോൾ ഡിഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ഹൗ കം ഹി ഗെറ്റ്സ് 2 stars ഡിഡക്റ്റഡ്. എന്തുകൊണ്ട് അയാൾക്ക് 2 സ്റ്റാർ മൈനസ് ആയി. ഹൗ കം. How does Beaver's book fit into this, and how come he gets 2 stars deducted? How does Beaver's book fit into this, and how come he gets 2 stars deducted? I think everyone's going to say, well, how come you're here talking to us today about this? Why is this so important? I think everyone's going to say, well, how come you're here talking to us today about this? Why is this so important? I think everyone's going to say, how come you're here today talking to us about this, and why is it so important? അതായത് ഐ തിങ്ക് എവ്രിവൺസ് ഗോയിങ് ടു സേ, എനിക്ക് തോന്നുന്നത് എല്ലാവരും പറയുവാൻ പോകുന്നത്. ഐ തിങ്ക് എവ്രിവൺസ് ഗോയിങ് ടു സേ, ഹൗ കം യു ആർ ഹിയർ ടുഡേ ടോക്കിംഗ് ടു അസ് അബൌട്ട് ദിസ്. ഹൗ കം യു ആർ ഹിയർ ടുഡേ ടോക്കിംഗ് ടു അസ് അബൌട്ട് ദിസ്. എന്തുകൊണ്ട് നിങ്ങൾ ഇന്ന് ഇവിടെ വന്ന് ഞങ്ങളോട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നു. ഹൗ കം, എന്തിന് അല്ലെങ്കിൽ എന്തുകൊണ്ട്. യു ആർ ഹിയർ ടുഡേ, ഇന്ന് ഇവിടെ. ടോക്കിംഗ് ടു അസ് അബൌട്ട് ദിസ്, ഇതിനെക്കുറിച്ച് ഞങ്ങളോട് സംസാരിക്കുന്നു. ആൻഡ് വൈ ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ്, കൂടാതെ എന്തുകൊണ്ടാണ് അത് ഇത്ര പ്രധാനം. ഓക്കെ, ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കൂ. I think everyone's going to say, well, how come you're here talking to us today about this? Why is this so important? I think everyone's going to say, well, how come you're here talking to us today about this? Why is this so important? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ലെസൺ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.